ഹലോ നമസ്കാരം. നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ മഴത്തോറും മുമ്പിലെ നാളത്തെ ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കാൻ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ടും ഹൈപ്പ് ചെയ്തിട്ടും കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എന്നാൽ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോകാം. ബാലചന്ദ്രനും അലീനയും കൂടി സംസാരിക്കുകയാണ്. അലീനയാണെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ ഓർഫനേജിൽ താമസിച്ചിരുന്ന സമയത്ത് ഓരോ കുഞ്ഞുങ്ങളെയും മറ്റോ ഓരോ അച്ഛനും അമ്മയൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോകുന്ന കാര്യമൊക്കെ ബാലചന്ദ്രനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് അലീന, ഞാനും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്നെ അതുപോലെ ആരെങ്കിലും കൊണ്ടുപോയിരുന്നെങ്കിൽ എന്നൊക്കെ, പക്ഷേ ബ്രിജിത്തമ്മി എന്നെ ആർക്കും കൊടുത്തില്ല എന്ന് പറയണം. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നില്ലേ, പിന്നെ എന്തുകൊണ്ടാണ് നിന്നെ ബ്രിജിത്തമ്മി കൊടുക്കാഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന പറയാണ്, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എന്നെ ആരെങ്കിലും കൊണ്ടുപോയിരുന്നെങ്കിലെന്ന്, പക്ഷേ ബ്രിജിത്ത മമ്മി എന്നെ ആർക്കും കൊടുത്തില്ല. അതെന്തുകൊണ്ടായിരിക്കാം നിന്നെ ആർക്കും കൊടുക്കാഞ്ഞത് എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, എന്നെ ഈ അച്ഛന് തരാൻ വേണ്ടിയിട്ട് എന്നെ കാത്തു സൂക്ഷിച്ചു വെച്ചതായിരുന്നു എന്ന് പറയട്ടോ. അത് കേട്ടപ്പോൾ ബാലചന്ദ്രന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അയാൾ അലീനയുടെ കൈ ഇങ്ങനെ പിടിക്കുകയാണ്. എന്നിട്ട് ആ കൈപ്പത്തിക്കുള്ളിൽ ഇങ്ങനെ ഉമ്മ വെക്കുക കേട്ടോ. ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ട് ഒരു അച്ഛൻ്റെ വാത്സല്യത്തോട് കൂടിയിട്ടാണ് ഉമ്മ വെക്കുന്നത്. അത് അലീനയ്ക്ക് ഭയങ്കര സന്തോഷം നൽകുകയാണ്. അലീനയാണെങ്കിൽ ആ കൈ എടുത്തുകൊണ്ട് തൻ്റെ നെറുകയിൽ കൊണ്ടുപോയി വെക്കുക കേട്ടോ. അച്ഛൻ നെറുകയിൽ ഉമ്മ വെച്ച ആ ഒരു ഫീലിന് അങ്ങനെ നെറുകയിൽ കൊണ്ടുപോയി വെക്കുകയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് സാർ, എനിക്ക് ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടിയതിൽ, ഈ അച്ഛൻ്റെ മകളാവാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്ന് പറയുമ്പോൾ, വെറുതെ സന്തോഷം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ മകളാവണമെങ്കിലേ, ഒറിജിനൽ എൻ്റെ മകളാവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വാക്കുകൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ എന്ന് പറയാണ് ബാലചന്ദ്രൻ. പിന്നെ എന്താ സാർ ചെയ്യേണ്ടത്, വേറെ എന്താ ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, മക്കളാകുമ്പോൾ അച്ഛനെ എന്താ വിളിക്കുക, അച്ഛ എന്ന്. അപ്പോൾ പിന്നെ എൻ്റെ മകളല്ലേ നീ എന്നെ എന്ത് വിളിക്കണം, അച്ഛനെന്ന്. അപ്പോൾ അലീന ഇങ്ങനെ നാണിച്ചാട്ടോ പറയുന്നത്. എന്നാൽ പിന്നെ സമയം കളയണ്ട, വിളിച്ചോ എന്ന് പറയണേ. എന്താ സാർ, അല്ല മകള് ഒരു അച്ഛനെ അച്ഛ എന്നല്ലേ വിളിക്കുക, അല്ലാതെ സാർ എന്നാണോ? സമയം കളയാതെ വിളിച്ചോ, ഞാൻ കേൾക്കട്ടെ. അച്ഛനാണ്, അച്ഛനോടുള്ള പോലെ സ്നേഹമാണ് എന്നൊന്നും വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അച്ഛനാണെന്നുണ്ടെങ്കിൽ എന്നാൽ അച്ഛ എന്ന് വിളിക്ക് എന്ന് പറയണം. അങ്ങനെ അലീന അച്ഛ എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. ഒന്നുകൂടി വിളിക്കുക, ഞാൻ കേട്ടില്ല എന്ന് പറയുമ്പോൾ വീണ്ടും അലീന ഇങ്ങനെ വിളിക്കുകയാണ്. ഒന്നുകൂടി വിളിച്ച് ഞാൻ കേട്ടില്ല എന്ന് വീണ്ടും ബാലചന്ദ്രൻ പറയുമ്പോൾ, ഈ അച്ഛൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് അലീന പിന്നെ അവിടെ നിന്ന് ഓടിച്ചാടി പോവുക കേട്ടോ. അങ്ങനെ അലീന നേരെ ചെല്ലുന്നത് മുത്തശ്ശിയുടെ റൂമിലേക്കാണ്. മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ മുത്തശ്ശി അലീനയുടെ ഈ സന്തോഷമൊക്കെ കണ്ടിട്ട്, എന്ത് പറ്റി, എന്താ നിനക്ക് ഇത്രയും സന്തോഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ, എൻ്റെ മുത്തശ്ശിയല്ലേ, എൻ്റെ ചക്കര മുത്തശ്ശിയല്ലേ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി അങ്ങനെ കൊഞ്ചിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഈ പെണ്ണിൻ്റെ ഒരു കാര്യം, നീ എന്തിനാണ് ഇങ്ങനെ തുള്ളിച്ചാടുന്നത് എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. എൻ്റെ മുത്തശ്ശി, ഇന്ന് എന്താ ഉണ്ടായെന്നറിയാവോ, സാറ് എന്നോട് ഇനി സാറെന്ന് വിളിക്കരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ എന്ത് വിളിക്കാനാ ബാലചന്ദ്രനെ, നീ പിന്നെ എന്താ വിളിക്കുന്നത്? സാറ് എന്നെ മോളായിട്ടല്ലേ കണ്ടേക്കുന്നത്, എന്നെ ദത്തെടുത്തു എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇന്ന് മുതൽ ഇനി അച്ഛൻ എന്ന് വിളിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമായി മുത്തശ്ശി എന്ന് പറയട്ടോ. അച്ഛൻ എന്ന് വിളിക്കാനോ, അച്ഛാന്ന് വിളിക്കാനോ, അത് വൈദ്യ സമ്മതിച്ച് തരുമോ? അതൊന്നും എനിക്കറിയത്തില്ല മുത്തശ്ശി, എനിക്കറിയത്തില്ല. ഞാൻ ഇനി അങ്ങനെ വിളിക്കത്തുള്ളൂ, എന്നോട് സാറ് അങ്ങനെ പറഞ്ഞത്, സോറി എന്നോട് അച്ഛൻ അങ്ങനെയാണ് പറഞ്ഞത് മുത്തശ്ശി എന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശിക്ക് അത് അത്രയ്ക്കാണ്ട് ദഹിക്കുന്നില്ല കേട്ടോ. ഇത് ഒരുപാട് കൈവിട്ട് പോവുകയാണെന്ന് മുത്തശ്ശിക്ക് മനസ്സിലാവുകയാണ്. മുത്തശ്ശി പറയുന്നുണ്ട്, ഇതിപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇത് ശരിയാവുക എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇനി മുത്തശ്ശി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ, എൻ്റെ അച്ഛനാണ് അത് എന്ന് പറയാണ് അലീന. ഞാൻ ഇനി അച്ഛ എന്നേ വിളിക്കുള്ളൂ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അലീന പറയുന്നുണ്ട്, ഇങ്ങനെ ഇരുന്നാലേ ശരിയാവത്തില്ലല്ലോ മുത്തശ്ശി, നമുക്ക് കുളിക്കണ്ടേ, കുളിച്ചൊന്ന് ഫ്രഷായിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇടണ്ടേ, എത്ര ദിവസമായി മുത്തശ്ശി ഒന്ന് മര്യാദക്ക് കുളിച്ചിട്ടൊക്കെ ഒന്ന് എണ്ണയൊക്കെ തേച്ച് നമുക്ക് കുളിക്കാം എന്നൊക്കെ പറയണം. അങ്ങനെ അലീന മുത്തശ്ശിയെ കുളിപ്പിക്കാനും അതുപോലെ മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ പോവാണ്. അതേസമയം കാണിക്കുന്നത് വൈജയന്തി റെഡിയായിട്ട് റൂമിൽ നിന്ന് ബാഗൊക്കെ എടുത്തുകൊണ്ട് വരുന്നതാട്ടോ. തൻ്റെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ വൈജയന്തി ഇങ്ങനെ റെഡിയായി വന്നിട്ട് കൃഷ്ണയെ വിളിക്കുന്നുണ്ട്. കൃഷ്ണയെ, ബബിതയെ, രോഹിത്തെ ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക കേട്ടോ. അങ്ങനെ അവർ 3 പേരും താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് അവർ ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ രാവിലെ തന്നെ അമ്മ എങ്ങോട്ടാണ് പോകാൻ നിൽക്കുന്നത്, ബാങ്കിലേക്കാണോ എന്ന് ചോദിക്കുമ്പോൾ, ഇന്ന് ബാങ്ക് ഇല്ലല്ലോ, പിന്നെ അമ്മ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കുകയാണ് ബബിത. ഞാൻ കൊല്ലപ്പള്ളിയിലേക്ക് പോവുകയാണ്. അതെന്താ അമ്മ ഇത്രയ്ക്ക് അത്യാവശ്യമായിട്ട് അമ്മ എന്താ ബാഗൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്, അമ്മ വീണ്ടും വീട് വിട്ട് പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ, അതെ, ഞാൻ ഇനി ഇവിടെ താമസിക്കുന്നില്ല, എനിക്ക് ഇങ്ങനെ ഗതികെട്ട് ഒരു അനാഥയായ ഒരു പെണ്ണിൻ്റെ കൂടെ ഞാൻ പറഞ്ഞിട്ട് എൻ്റെ വാക്ക് കേൾക്കാതെ വീണ്ടും തിരിച്ചു വിളിച്ചു കൊണ്ടുവന്ന ആ അലീനയുടെ കൂടെ ഇനി എനിക്കിവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ഞാൻ അതുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് പോവാണ്, എൻ്റെ കൂടെ നിങ്ങളും വരണം എന്ന് പറയട്ടോ. അത് കേട്ടതും അവർ 3 പേരും ആകെ ഷോക്കാവുന്നുണ്ട്. അമ്മ എന്തൊക്കെയാണ് പറയണത്, കൊല്ലപ്പള്ളിയിൽ പോയി താമസിക്കാനോ, എത്ര ദിവസം എന്ന് വെച്ചാണ് അവിടെ താമസിക്കുക എന്ന് ചോദിക്കുമ്പോൾ, നമ്മളെല്ലാവരും ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അച്ഛൻ എന്താണെങ്കിലും അവളെ പറഞ്ഞയച്ചോളും, പിന്നെ അച്ഛനും അവളെ ഇവിടെ തനിച്ച് താമസിക്കത്തൊന്നുമില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ വരണം എന്ന് പറയുമ്പോൾ
കൃഷ്ണ പറയുന്നുണ്ട്, അമ്മ എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത്, ഞാൻ എന്തായാലും വരില്ല, അച്ഛനെ അലീന ചേച്ചിയൊന്നും വിട്ട് ഞാൻ വരത്തില്ല. ബബിതേച്ചിയോട് പറയുന്നുണ്ട് ബബിതയോട് പറയുന്നുണ്ട് കൃഷ്ണ, ബബി ചേച്ചി അച്ഛൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അച്ഛനാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്, അമ്മയല്ല ഇത്രയും നാൾ നോക്കിയത്, ഇപ്പോൾ അമ്മയുടെ കൂടെ പോയി കഴിഞ്ഞാൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും എന്നൊക്കെ പറയാണ് കൃഷ്ണ. അപ്പോൾ അവർ രണ്ടുപേരും ഇങ്ങനെ മടിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് കൃഷ്ണയോടാണെങ്കിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് വൈജയന്തി. നീ ഒരു അച്ഛൻ്റെ മോള് വന്നേക്കുന്നത്, എടി നിന്നെ ഞാനാടി പ്രസവിച്ചത്, നിന്നെ ഇത്രയും വളർത്തി വലുതാക്കിയത് ഞാനാടി എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ശരി, ഒരു കണക്കിന് നിങ്ങൾ വരാതിരിക്കുന്നതാണ് നല്ലത്, അച്ഛനെയും അവളെയും ഇവിടെ തനിച്ച് വിട്ടിട്ട് പോകാനൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുക, എന്താണെങ്കിലും ഞാൻ മുത്തശ്ശിയും കൂട്ടിയിട്ട് ഞാൻ പോവുകയാണ്, തൽക്കാലം എനിക്ക് മാറി നിന്നേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയാണ്. പിന്നെ അച്ഛൻ്റെ കാര്യങ്ങൾ അവൾക്ക് പൂർണ്ണമായിട്ട് അവൾക്ക് അച്ഛനെ വിട്ടുകൊടുക്കരുത്, അവളെ മകളായിട്ട് അംഗീകരിച്ചേക്കല്ലേ, അതല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അംഗങ്ങൾ, അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ അച്ഛനെ അവൾക്ക് വിട്ടുകൊടുക്കരുത്, നിങ്ങളുടെ അച്ഛനാണ്, നിങ്ങൾ അച്ഛനെ കാര്യങ്ങളൊക്കെ നോക്കി അച്ഛനെ ചേർത്ത് പിടിച്ച് നിങ്ങൾ നിൽക്കണം, അല്ലാതെ പൂർണ്ണമായും നിങ്ങൾ അവൾക്ക് വിട്ടുകൊടുക്കാൻ നിൽക്കരുത് എന്നൊക്കെ പറയാണ് വൈജ മക്കളോട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ ദത്തുപുത്രി ആ ഒരു സ്ഥാനമല്ലേ, അത് എന്താ വേണ്ടതെന്നൊക്കെ എനിക്കറിയാം, വാക്കുകൊണ്ടൊന്നും ദത്തുപുത്രി ആവത്തില്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരാളെ ദത്തെടുക്കാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയണേ, അവളുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമാക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വൈജയന്തി മുത്തശ്ശിയുടെ റൂമിലേക്ക് പോവാട്ടോ. അതേസമയം മുത്തശ്ശിയുടെ റൂമിൽ കാണിക്കുന്നത് മുത്തശ്ശിയെ കുളിപ്പിച്ച് മേലൊക്കെ കഴുകി വൃത്തിയാക്കി നല്ല ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് സുന്ദരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അലീനയാണെങ്കിൽ ഒരു കണ്ണാടി എടുത്തുകൊണ്ട് വന്നിട്ട് മുത്തശ്ശിയുടെ മുഖത്തിന് നേരെ നോക്കിയിട്ട്, ഇപ്പം മുത്തശ്ശി ഒന്ന് നോക്കി എന്ത് സുന്ദരിയായിരിക്കുന്നു, മുത്തശ്ശി ഈ പ്രായത്തിൽ ഇത്രയും സുന്ദരിയാണെങ്കിൽ മുത്തശ്ശിയുടെ ചെറുപ്പകാലത്ത് മുത്തശ്ശി എന്തോരം സുന്ദരിയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അലീന ഇങ്ങനെ സംസാരിക്കട്ടോ. ഒന്ന് പോടിയായിരുന്നു, നീ എന്നെ കളിയാക്കണമെന്നൊക്കെ എനിക്കറിയാമെന്ന് പറയുമ്പോൾ, അല്ല മുത്തശ്ശി, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്, മുത്തശ്ശി ഇപ്പോഴും എന്തൊരു സുന്ദരിയായിട്ടായിരിക്കുന്നത്, ശരിക്കും മുത്തശ്ശിയെ പോലെ തന്നെ ആട്ടോ മുത്തശ്ശിയുടെ മോളും നല്ല സുന്ദരി തന്നെയാണ് എന്ന് പറയണം. പക്ഷേ മുത്തശ്ശിയുടെ സൗന്ദര്യമൊന്നും അത്രയ്ക്കൊന്നും മുത്തശ്ശിയുടെ മോൾക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് മക്കൾക്ക് ആർക്കും, മുത്തശ്ശിയുടെ മോളുടെ മക്കൾക്ക് ആർക്കും, ബബിതയ്ക്കോ കൃഷ്ണയ്ക്കോ ഒന്നും മുത്തശ്ശിയുടെ മോളുടെ ഒന്നും സൗന്ദര്യം കിട്ടിയിട്ടൊന്നുമില്ല എന്ന് പറയണം. എനിക്ക് തോന്നുന്നത് എനിക്കായിരിക്കും എങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കട്ടെ, നിനക്ക് എങ്ങനെ കിട്ടാനാണ് എൻ്റെ സൗന്ദര്യം എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി കേട്ടോ. ചിലപ്പോൾ ഞാൻ ഇത്രയും നാൾ മുത്തശ്ശിയെ നോക്കിയത് ഞാനല്ലേ, അങ്ങനെ എങ്ങാനും എനിക്ക് സൗന്ദര്യം കിട്ടിയിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ അലീനയും പറയുന്നുണ്ട്. ആ സമയത്താണ് വൈജ അങ്ങോട്ടേക്ക് വരുന്നത്. വൈജ ഡോറ് തള്ളി തുറന്നുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇവർ ഭയങ്കര ചിരി കളിയിലൊക്കെ ആയി നിൽക്കുന്നത് കണ്ടപ്പോൾ വൈജയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വൈജ അകത്തേക്ക് തള്ളിക്കറിയണം, അമ്മേ വാ നമുക്ക് പോവാം എന്ന് പറയണം. പോവാനോ, ഇങ്ങോട്ട് നമ്മൾ കൊല്ലപ്പള്ളിയിലേക്ക് പോവാണ്, ഇനി നമ്മളിവിടെ താമസിക്കുന്നില്ല എന്ന് പറയട്ടോ. നീ എന്താ വൈജ ഈ പറയുന്നത്? കൊല്ലപ്പള്ളിയിലേക്ക് പോവാനോ? ഇതല്ലേ നമ്മുടെ വീട്, ഇതല്ലേ നിൻ്റെ വീട്, നീ ഇവിടെയല്ലേ താമസിക്കേണ്ടത്, അമ്മയുടെ വീട് ഇതല്ലല്ലോ. എന്താണെങ്കിലും അമ്മ കൊല്ലപ്പള്ളിയിലേക്ക് പോകണം, അപ്പോൾ അമ്മയുടെ കൂടെ ഞാനും വരികയാണ്, ഞാനിവിടെ ജീവിക്കത്തില്ല, ഇവളേതായാലും തിരിച്ചു വന്നേക്കല്ലേ, ഇവളിവിടെ ജീവിക്കട്ടെ എന്ന് പറയാട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, മാഡം ഇങ്ങനെ പിണങ്ങിപ്പോയി കഴിഞ്ഞാൽ അച്ഛന് ഭയങ്കര വിഷമമായിരിക്കും എന്ന് പറയട്ടോ. അച്ഛനോ? ആരുടെ അച്ഛൻ എന്ന് ചോദിക്കുമ്പോൾ, അതായത് സാറ് എൻ്റെ അച്ഛനാണ്, അപ്പോൾ മാഡം എൻ്റെ അമ്മയാണ് എന്ന് പറയട്ടോ. അതാണ് സത്യം എന്ന് പറയുമ്പോൾ, നിൻ്റെ അമ്മയോ? ആര്? ഞാനോ? ദേ എന്നെയെങ്ങാനോ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിലേ കുറ്റിച്ചോലെടുത്ത് മുഖത്തേക്ക് അടിക്കും ഞാൻ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അവളൊരു മകള് വന്നേക്കുന്ന, വേറെ വല്ലവരുടെ അടുത്തും പോയി കളിക്കുന്നത് പോലെ എൻ്റെ അടുത്തോട്ട് വരണ്ട കേട്ടോ, ഞാൻ നേരത്തെ തന്നെ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു, എൻ്റെ മകളാവണമെങ്കിൽ എൻ്റെ വയറ്റിൽ ജനിക്കണം, അല്ലാത്തവരൊന്നും എൻ്റെ മക്കളല്ല എന്ന് പറയാണ് വൈജയന്തി. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, അമ്മയുടെ വയറ്റിൽ തന്നെയാണ് ഞാൻ ജനിച്ചത്. അങ്ങനെ പറയുമ്പോൾ, എൻ്റെ വയറ്റിലാണ് നീ ജനിച്ചതെന്നോ? അപ്പോൾ മുത്തശ്ശി ആകെ ഷോക്കായി പോകട്ടെ അത് കേട്ടപ്പോൾ. അമ്മയ്ക്ക് മാഡത്തിന് അങ്ങനെ കരുതിയാൽ പോരെ, അപ്പോൾ പ്രശ്നമൊക്കെ തീർന്നില്ലെന്ന് ചോദിക്കുമ്പോൾ, ദേ എൻ്റെ വാലിരിക്കുന്നത് കേൾക്കാൻ നിൽക്കണ്ട, അവളൊരു മകൾ വന്നേക്കുന്ന, എനിക്ക് 3 മക്കളേ ഉള്ളൂ, എൻ്റെ രോഹിയാണ് എൻ്റെ മൂത്ത മകൻ, എൻ്റെ രോഹിയും ബബിതയും കൃഷ്ണയും, അല്ലാതെ എനിക്ക് വേറെ മക്കളൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, രോഹിത്താണോ മാഡത്തിൻ്റെ മൂത്ത മകൻ എന്ന് ചോദിക്കട്ടോ. വീണ്ടും അതൊന്ന് എടുത്തു വെച്ചുകൊണ്ട് ചോദിക്കട്ടോ. അപ്പോൾ വൈജയന്തി മുത്തശ്ശിയും ആകെ ഒന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, രോഹിത്താണോ മൂത്തത് എന്ന് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയണം. നീ ഒരുപാട് അർത്ഥം വെച്ചുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി, അത് എൻ്റെ അടുത്ത് ഇനി വേണ്ട എന്ന് പറയണം. എന്നിട്ട് മുത്തശ്ശിയുടെ സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്യാട്ടോ. മുത്തശ്ശിയും ആകെ ടെൻഷനായിട്ട് നിൽക്കുകയാണ്. ഇവിടുന്ന് പോവാണെന്ന് കേട്ടതോട് കൂടിയിട്ട് മുത്തശ്ശിക്കും ആകെ ടെൻഷനാവുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, എടി വൈജെ നീ ഒന്നുകൂടെ ആലോചിച്ചിട്ട് എന്ന് പറയുമ്പോൾ, ഞാൻ ഇനി ഒന്നും ആലോചിക്കാനില്ല, അമ്മ റെഡിയായി നിൽക്കല്ലേ, ഇനി വാ നമുക്ക് പോകാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയെ എഴുന്നേൽപ്പിക്കാൻ നോക്കുമ്പോൾ അലീനെ കൂടി പിടിക്കട്ടോ. നീ പിടിക്കണ്ട, ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാം എന്ന് പറയുമ്പോൾ, നീ ഒന്ന് പോയേ, നീ അന്ന് എന്നെ തന്നെ കൊണ്ടുപോയിട്ട് ഞാൻ വീണത് ഓർമ്മയില്ലേ, ഇനി അവളുകൂടി പിടിച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നുള്ളൂ എന്ന് പറയണം മുത്തശ്ശി. അങ്ങനെ അലീനയും വൈജയും കൂടി ചേർന്ന് മുത്തശ്ശിയെ പുറത്തേക്ക് ഇറക്കട്ടോ. അതേസമയം ബബിതയോട് പറഞ്ഞിട്ട് ആ ബാഗൊക്കെ എടുത്ത് വണ്ടിയിലേക്ക് കൊണ്ടുപോയി വെക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ഫ്രണ്ടിലെ ഡോറ് തുറന്നിട്ട് മുത്തശ്ശി
മുത്തശ്ശി ആ കാറിലേക്ക് കയറ്റി വൈജയും കാറിൽ കയറി പോവുകയാണ്. എന്ത് പറയണമെന്നറിയാതെ ആകെ ഇങ്ങനെ എന്താ പറയുക, ആകെ ടെൻഷൻ അടിച്ച് നിൽക്കട്ടോ. പക്ഷെ അതിൻ്റെ മുന്നേ പറയാൻ വിട്ടൊരു കാര്യമുണ്ട്. നമ്മുടെ വൈജയന്തി ആണെങ്കിൽ പോകുന്നതിന് മുൻപ് ബാലചന്ദ്രനെ കണ്ട് നല്ല സംസാരിച്ചിട്ടാണ് പോണേ. ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. ഈ മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുന്നതിന് മുൻപ് പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. ബാലചന്ദ്രനോട് ചെന്ന് പറയുന്നുണ്ട്, ഞാൻ ഇനി ഇവിടെ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഒന്നുകിൽ അവൾ അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുമ്പോൾ ഇവിടെ താല്പര്യമില്ലാത്തവർക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാം എന്ന് ബാലചന്ദ്രൻ പറയാട്ടോ. എന്താണെങ്കിലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരത്തുള്ളൂ. എൻ്റെ ജീവിതം വെച്ച് കളിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുമ്പോൾ, എൻ്റെ ജീവിതം വെച്ചാണ്, എൻ്റെ ജീവിതമാണ് ഇല്ലാതായി പോയത് നിൻ്റെ കൂടെ ജീവിച്ചിട്ട് എന്നൊക്കെ വൈജയന്തിയോട് നന്നായിട്ട് ബാലചന്ദ്രനും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മറുപടിയും കൊടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ ദേഷ്യപ്പെട്ടിട്ടാണ് വൈജയന്തി മുകളിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത്. അങ്ങനെ വൈജയന്തി മുത്തശ്ശിയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ മനു ഏതായാലും വന്നിട്ടുണ്ടല്ലോ. ഇവർ കയറി ചെല്ലുന്ന സമയത്ത് മനു അവിടെ ഉണ്ട് കേട്ടോ. മനു ഉണ്ടായപ്പോൾ വൈജയ്ക്ക് കൂടുതൽ ദേഷ്യമാണ് മനുവിൻ്റെ അടുത്ത്. കാരണം മനു ഇതിലൊന്നും ഇടപെടുന്നില്ല, അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര ദേഷ്യമാണ്. മനു ചോദിക്കുന്നുണ്ട്, വൈജയന്തി എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവിടുത്തെ പ്രശ്നങ്ങൾ ഒന്നുകൂടി വഷളാവത്തല്ലേ ഉള്ളൂ, എങ്ങനെയെങ്കിലും അത് രമ്യതയിൽ പരിഹരിക്കാൻ നോക്കാതെ ഇങ്ങനെ എടുത്തൊരു തീരുമാനം ശരിയായില്ല എന്നൊക്കെ പറയുമ്പോൾ, നീ അല്ലെങ്കിലും അങ്ങനെയല്ലേ പറയുള്ളൂ, നീ അവരുടെ സൈഡല്ലേ നിൽക്കുന്നത്, നിനക്ക് കുടുംബത്തിലുള്ള ആൾക്കാരൊന്നും അല്ലല്ലോ വലുത്, പുറത്തുനിന്ന് വന്ന് കയറിയ ആൾക്കാരൊക്കെ അല്ലേ എന്ന് പറഞ്ഞിട്ട് മനുവിനെ കുറ്റപ്പെടുത്താട്ടോ. ഞാനൊന്നും പറയാനില്ല, ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി, എന്നെ വെറുതെ വിട്ടേക്ക് എന്ന് പറയണം. അപ്പോൾ കമല പറയുന്നുണ്ട്, അങ്ങനെ നീ കൈയൊഴിഞ്ഞ് പോകാനൊന്നും നോക്കണ്ട, നിനക്ക് അതിനൊന്നും പറ്റത്തില്ല, കാരണം അവളെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് നീയാണ് എന്ന് പറയാട്ടോ. ഞാനല്ല ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്, ഞാൻ കൊണ്ടുവന്ന ഒരു ആൾ മാത്രമേ ഉള്ളൂ, പക്ഷെ അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചത് മുത്തശ്ശനാണ്. അച്ഛൻ മരിച്ചു പോയില്ല, അതുകൊണ്ട് ഇനി നിനക്ക് എന്ത് വേണമെങ്കിലും പറയാലോ, എല്ലാവരും അത് വിശ്വസിച്ചോളൂല്ലോ എന്നൊക്കെ പറഞ്ഞ് കമലയും വൈജയും മനുവിനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.